റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഈ ബംഗാളിൽ ഓരോ ദിവസവും കണ്ട് ബിജെപിയുടെ കരുനീക്കത്തിൽ കാണുന്നത് എംപിമാരും MLA-മാരും ഒക്കെ കൂറുമാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളൊരു ചോദ്യത്തിന് പലരും മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഉത്തരം എന്നുള്ളത് ഈ കോൺഗ്രസിൽ ലയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത് BJP നീക്കം പൊളിക്കാൻ തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കണമെന്നുള്ളത്. ഈ ഒരു വിസ്മയം ബംഗാളിൽ പ്രതീക്ഷിക്കാമോ? ശ്രുതി, അങ്ങനെ ഒരു വിസ്മയത്തിനുള്ള ശ്രമമാണ് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ 98-ൽ മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വമായി പിണങ്ങി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച ഏതാണ്ട് 34 വർഷത്തെ CPM ഭരണത്തിന് അറുതി വരുത്തി. അന്ന് ജ്യോതി ബസു സർക്കാരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് ഉന്നയിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ മൃദു സമീപനവുമായി മുന്നോട്ട് പോയപ്പോഴാണ് മമതാ ബാനർജി പിണങ്ങിയത്. പിന്നീട് ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞാണ് 98-ൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അങ്ങനെ വലിയ പോരാട്ടം CPM-നെതിരെ നടത്തിയാണ് 34 വർഷത്തെ CPM സർക്കാരിന് അറുതി വരുത്തി ബംഗാളിനെ മമത കീഴടക്കിയത്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാന സാന്നിധ്യമായി മമതാ ബാനർജി അന്ന് രമേശ് ചെന്നിത്തലയുടെ ഒപ്പം ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ, പിന്നീട് മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിൽ അടക്കം പ്രവർത്തിച്ചതാണ്. അങ്ങനെ കോൺഗ്രസിലെ ഒരു കരുത്തുറ്റ ശബ്ദമായിരുന്ന മമതാ ബാനർജി അവിടെയുള്ള പശ്ചിമബംഗാളിലെ ഒരു പ്രാദേശികമായ വികാരത്തിന്റെ പേരിലാണ് പാർട്ടി വിട്ടത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം. പിന്നീട് UPA സർക്കാരിൽ PV നരസിംഹറാവു സർക്കാരിൽ മന്ത്രിയായിരുന്നു. UPA സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയായിരുന്നു. ഇടയ്ക്ക് കോൺഗ്രസുമായി പൂർണ്ണമായും അകന്ന ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലും മന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ ഒടുവിൽ പഴയ തന്റെ താവളത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് കോൺഗ്രസിന് മാത്രമല്ല മമതാ ബാനർജിയും കൂടുതൽ കരുത്താർജിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനും വലിയ കരുത്താകും. അവിടെ പശ്ചിമബംഗാളിൽ BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന ഘട്ടത്തിൽ ഒരുമിച്ചുള്ള ഒരു പോരാട്ടം അനിവാര്യമാണെന്ന വിലയിരുത്തലാകാം ഒരുപക്ഷെ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും ഇങ്ങനെ ഒരു തിരിച്ചുപോക്കും ഒരു തിരുത്തലിലേക്കും അങ്ങനെ ഒരു ആലോചനയിലേക്കും കടക്കാൻ പ്രേരിപ്പിച്ചത്. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കമാണ് ഒരുപക്ഷെ ദേശീയ തലത്തിൽ. കാരണം മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിന്റെ കരുത്തെല്ലാവർക്കും അറിയാം. പൊതുവെ ഏറ്റവും കരുത്തിയായ ഒരു വനിതാ നേതാവെന്ന നിലയിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ ചരിത്രമുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായകമായ ചില പരിശോധനകൾ പോലും നേരിട്ടെത്തി തടഞ്ഞ ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരു കരുത്തയായ വനിതാ നേതാവിന് കോൺഗ്രസിലെത്തുമ്പോൾ അത് കോൺഗ്രസ് ഒരുപക്ഷെ ദേശീയതലത്തിൽ കൂടുതൽ കരുത്താർജിക്കുമെന്ന് മാത്രമല്ല BJPക്ക് പശ്ചിമബംഗാളിൽ അതൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്യും. ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന മമതാ ബാനർജി അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചൊരു പോരാട്ടം നടത്തി. കോൺഗ്രസും CPM-ഉം പ്രത്യേകമായി നിന്ന് അവിടെ മത്സരിച്ച ഘട്ടത്തിൽ അവിടെ മമതാ ബാനർജിയുടെ ആ ദീർഘമായ ഒരു പടയോട്ടത്തിന് പരിസമാപ്തി കുറിക്കാൻ BJPക്ക് സാധിച്ചെങ്കിൽ ഇനിയും ഒരു തിരിച്ചുവരവുള്ള തയ്യാറെടുപ്പിലേക്ക് മമതാ ബാനർജി പോകുന്നതിന്റെ ഭാഗമായി അത് കോൺഗ്രസിലായിരിക്കും മമതാ ബാനർജി ഉണ്ടാവുക എന്നതാണ് അറിയേണ്ടത്. കോൺഗ്രസ് നേതൃത്വം ഏതായാലും മമതാ ബാനർജിയെ ചേർത്ത് നിർത്താൻ തീരുമാനിച്ച ഏറ്റവും നിർണായകമായ തീരുമാനം അതൊരു പക്ഷേ കോൺഗ്രസിന് വലിയ കരുത്താകും. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏതായാലും മമതാ ബാനർജിയെ നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാന ചുമതലയിൽ തന്നെ നിർത്താൻ കഴിയുകയുള്ളൂ. കാരണം അത്രയും പാരമ്പര്യമുള്ള അത്രയും കാലത്തെ പരിചയ സമ്പത്തുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് അവർ എത്തുമ്പോൾ അത് 98-ലാണ് കോൺഗ്രസുമായി പിണങ്ങിയത്. 98 ജനുവരി 1-നാണ് പുതിയ പ്രസ്ഥാനം കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മമതാ ബാനർജി രൂപം നൽകിയത്. അത്രയും വർഷത്തിന് ശേഷം ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിന് മമതാ ബാനർജി ആലോചിക്കുന്നത്. കോൺഗ്രസും അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നത്. ദീർഘകാലമായി കോൺഗ്രസ് അവിടെ മമതാ ബാനർജിയുമായി വലിയ പോരാട്ടമായിരുന്നു നയിച്ചത്. നേരത്തെ CPM-മായി മൃദു സമീപനം എന്ന വിമർശനമായിരുന്നു മമതാ ബാനർജിക്ക് കോൺഗ്രസിനോട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മമതാ ബാനർജിയുമായി കോൺഗ്രസിന്റെ പശ്ചിമബംഗാൾ ഘടകം എപ്പോഴും പോരാട്ടമായിരുന്നു. ആ തുടരുന്ന പോരാട്ടത്തിന് ഇവിടെ അവസാനമാകുമോ? മമതാ ബാനർജി കോൺഗ്രസിന്റെ ദേശീയ നേതാവായി തിരിച്ചെത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്.